ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 11 അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല. ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവവചനം പറയുകയാണ്, ദൈവം തിരഞ്ഞെടുത്ത, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. റോമാലേഖനത്തിനകത്ത് ജാതികളെക്കുറിച്ചും സ്വന്തം ജനത്തെക്കുറിച്ചും വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. 10 അധ്യായം അവസാനിച്ചിട്ട് 11 പ്രാരംഭത്തിൽ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ്? എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. അടുത്ത വാക്ക്, ഒരു നാളും ഇല്ല. ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. പൗലോസ് ഉറപ്പായിട്ട് പറയുകയാണ്, ഞാനും ഒരു ഇസ്രായേലിനാണ്, ഞാൻ ബെന്യാമീൻ ഗോത്രത്തിനകത്തുള്ളവനാണ്. അടുത്ത ഭാഗം പറയുന്നത്, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്ന് ഒത്തിരി പേര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവ് എന്നെ കണ്ടില്ലേ? കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞോ? പ്രിയരെ, രക്ഷയുടെ സന്തോഷത്തിനകത്ത് പ്രവേശിച്ച കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിനകത്ത്, വിളിക്കകത്തുള്ള നമ്മെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. ഇനി നമുക്ക് കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് വിദൂരത്ത് പോയി നിന്നിട്ട് എന്നെ കർത്താവ് തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നതിനകത്ത് പ്രസക്തിയില്ല. ദൈവവചനത്തിനകത്ത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. തള്ളിക്കളഞ്ഞോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് തള്ളിക്കളയാത്ത അപ്പൻ്റെ കൽപ്പന അനുസരിക്കുന്നതല്ലേ? യോശുവയോട് പറഞ്ഞതുപോലെ, നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കത്തില്ല. തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയെ നോക്കി കർത്താവ് അങ്ങനെ പറയുമോ? ഇല്ല. പക്ഷേ അടുത്തൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, നീ ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കേണ്ടതിന് ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്? മാറരുത്. ഈ സന്ദേശം കേൾക്കുന്ന ദൈവജനത്തോട്, ദൈവമക്കളോട്, ഭാരത്തോടെ ഇരിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. വചനം പറയുകയാണ്, നമ്മളെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ഭാഗത്ത് നമുക്ക് ഒത്തിരി ചിന്തകൾ തോന്നും. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഓരോ ദിവസവും നടക്കുന്ന ചുവടുവെപ്പുകൾ കാണുമ്പോൾ, ദൈവം ഇല്ലേ, എൻ്റെ ദൈവം കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇല്ല പ്രിയരെ, നമ്മുടെ ദൈവം നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഇസ്രായേൽ മക്കൾ ഇതുപോലെയായിരുന്നു. മാറായിലെത്തിയപ്പോൾ അവർ പിറുപിറുത്തു, അവർ ചിന്തിച്ചു അവർ ദൈവം തള്ളിക്കളഞ്ഞു. പക്ഷേ അവരറിഞ്ഞില്ല, തൊട്ടപ്പുറത്ത് 12 നീരുറവയും 70 ഈത്തപ്പനയും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഭൂമിയിലാകട്ടെ ഉയരത്തിലാകട്ടെ ദൈവഭക്തന്മാർക്ക് താൻ ഒരുക്കിയിരിക്കുന്നത് അസാധാരണമായ ദൈവമഹത്വമാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വസ്തയോടെ തള്ളിക്കളയാത്ത ഈ അപ്പനെ മുറുകെ പിടിച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.